റിയ വെറുതെ കരഞ്ഞോണ്ടെന്നെ ഇരിക്കാതെ. നിനക്ക് വേണ്ടിട്ടല്ലേ ഇപ്പൊ ഇവിടെ പുറത്ത് വന്നത്. നമുക്ക് സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സൈക്കിൾ ഓട്ടി കളിക്ക്. അമ്പു അവന്റെ അപ്പാപ്പന്റെ വീട്ടിൽ പോയിരിക്കുക. അവൻ നാളെ വരും. ഇന്ന് ഒരു ദിവസമല്ലേ. ഇന്ന് ഒരു ദിവസം നീ സൈക്കിളൊക്കെ ഓട്ടി കളിക്ക്. പിന്നെ നോക്ക അമ്മാച്ചിയുണ്ട്. അമ്മാച്ചി നിറയെ കഥകളൊക്കെ പറഞ്ഞു തരും. അതൊക്കെ കേട്ടിട്ടങ്ങ് മിണ്ടാതിരിക്കി. നാളെ അമ്പു വരും. ഇല്ല, സൈക്കിൾ വേണ്ട, കഥ വേണ്ട, അമ്പു വേണം. അയ്യോ, ഇവളെ കൊണ്ട് എനിക്ക് മതിയാവുന്നുണ്ട് അമ്മാച്ചി. അമ്പു വേണമെന്നും പറഞ്ഞപ്പോ എന്താ ചെയ്യാ? അവൻ അവന്റെ അപ്പാപ്പന്റെ വീട്ടിൽ പോയില്ലേ? ഐഷുമോളെ, നീ ഒന്ന് മിണ്ടാതെ ഇരിക്കി. കൊച്ചുകുട്ടിയല്ലേ, അത് എന്താ അറിയാ? പറഞ്ഞതിന് മനസ്സിലാവോ? ഞാൻ പറയാ, നീ മിണ്ടാതിരിക്കി. എടീ അമ്മാമ്മന്റെ കുഞ്ഞിക്കിളി, എന്താ ഇപ്പൊ കരയുന്നത്? അത് അമ്പുച്ചക്കൻ പോയി വട്ടാ. അത് ചേട്ടൻ നാളെ വരുവടി. ഇല്ല, അമ്പു കൊറേ ആയി പോയിട്ട്. അമ്പു നാളെ വരും, നാളെ വരും അമ്മ പറയുന്നു. പക്ഷെ അമ്പു വരുന്നേ ഇല്ല. കൊറേ ആയാ? എത്ര കൊറേ ആയി? ആകെ 2 ദിവസമല്ലേ ആയിട്ടില്ലാത്ത ചെക്കൻ പോയിട്ട്. ഇത് നോക്ക്, അവൻ നാളെ വരും. എന്നിട്ട് നമുക്ക് അവന്റെ കൂടെ കളിക്കാം. ഇതിപ്പോ നോക്കില്ല, ഒരു സൈക്കിൾ ഇല്ലേ, സൈക്കിൾ ഓട്ടി കളിക്കാം. അല്ലെങ്കിൽ അവിടെ കുറെ പൂകളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് വലിച്ച് വലിച്ച് ഇങ്ങനെ കളിക്കാവാ. വേണ്ട, അമ്പു വേണം. ഓ എന്റെ ഭഗവാനെ, ഇത് കുട്ടി എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ അതല്ലേ അമ്മാച്ചി പറഞ്ഞത്. അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേ ഇല്ല. ഇനി അമ്പു വേണം, അമ്പു വേണം ഇതന്നെ പറഞ്ഞോണ്ടിരിക്കും. ഓ എന്തൊരു കഷ്ടവാ. പിന്നെ ഒറ്റ കുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മോളെ. എന്താ വെച്ചാൽ തൊട്ടപ്പുറത്തുള്ള വീടുകളിലെ കുട്ടികളെ കൂടെ ഒക്കെ കളിക്കും. പിന്നെ അതുകൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കളിക്കാൻ ആളില്ല എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. ഇത് ഞാൻ ഒരു വീട്ടില് 2 കുട്ടിയോ 3 കുട്ടിയോ ഒക്കെ വേണമെന്ന് പറയുന്നത്. അവൾക്കൊരു അനിയനോ അല്ല അനിയത്തിയോ ഉള്ളതാണെങ്കിലോ ഈ പ്രശ്നം ഉണ്ടാ? അത് മിണ്ടാതെ കൊച്ചുകുട്ടിയോട് കളിച്ചോണ്ടിരിക്കില്ലേ? അതെ, ഇനിയിപ്പോ ഇവൾക്ക് കളിക്കാൻ വേണ്ടിട്ട് തന്നെ ഞാൻ ഇങ്ങനൊരു കുട്ടി പ്രസവിക്കണം. എന്താ ഐഷുമോളെ, ഇവൾക്ക് കളിക്കാൻ വേണ്ടിട്ടല്ലെങ്കിലും ഇങ്ങനെ കുട്ടി പ്രസവിക്കണ്ടയോ? ഇത് ഒന്നേ മതി എന്നാണോ നീ വിചാരിക്കുന്നത്? അയ്യോ മതി അമ്മാച്ചി. ഇന്നലെ അമ്മ വന്നിട്ട് ഇതേ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനൊരു കുട്ടിയും കൂടെ വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. എനിക്ക് ഇവിടെ ഒരുത്തിനെ കൊണ്ടേ മതിയാവുന്നുണ്ട്. എടി കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ. അതിനും പറഞ്ഞ് മതിയാവണം പറഞ്ഞ് എല്ലാരും ഒരു കുട്ടിയോട് നിർത്തുവാ. എന്താ ഇങ്ങനെ കുട്ടി പ്രസവിച്ചാൽ നോക്കാൻ ഞാനും നിന്റെ അമ്മയൊക്കെ ഇല്ലേ? ഓ എല്ലാരും ഉണ്ട്. അവസാനം കുട്ടികളെ നോക്കാനല്ല, എന്നെ നോക്കാൻ വേറെ ആരെങ്കിലും വരേണ്ടി വരും. ഓ പിന്നെ ഒന്നങ്ങ് മിണ്ടാതിരിക്കുക ഐഷുമോളെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ആരും രണ്ടാമത്തെ പ്രസവിക്കില്ല. അതൊക്കെ അങ്ങനെ തോന്നി എന്നെ. കുട്ടികളൊക്കെ കുറുമ്പ് കാണിക്കുമ്പോൾ നമുക്ക് വലിയ ശല്യമാണെന്നൊക്കെ തോന്നും. പിന്നെ 2 കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ പോലെ വളർന്ന് വലിയ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതാ ഇങ്ങനെ അമ്മാച്ചിയും അമ്മയൊക്കെ പറയണതൊക്കെ വെറുതെയാണെന്ന് വിചാരിക്കണ്ട. ഈ പ്രായമൊക്കെ കടന്നു വന്നവരാണ് ഞങ്ങൾ. അതിന്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. പറഞ്ഞത് കേട്ടിട്ട് രണ്ടാമത്തെ കുട്ടിക്ക് ഇനി ഒരുപാട് സമയം ഒന്നും വൈകിക്കാതെ പെട്ടെന്ന് ഇനിയിപ്പോ രണ്ടാമതൊരു കുട്ടിയും കൂടി പ്രസവിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ആരോഗ്യമുള്ളപ്പോ തന്നെ ഞങ്ങൾ അതിനെ നോക്കി വലുതാക്കി തരും. ഹോ, നിങ്ങളൊന്നും വലുതാക്കി തരണ്ട. ആദ്യം അതാ ഒരെണ്ണം ഇല്ലേ, ഇതിനെ നോക്കി നേരെ ഒന്ന് വലുതാക്കി തരി, അത് മതി. ഇതെന്താ അമ്മ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? എടി കുഞ്ഞിക്കിളി, ഇതെന്താ നിന്റെ അമ്മ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്കൊരു കുഞ്ഞു അനിയനോ കുഞ്ഞു അനിയത്തോ ഇക്കാലത്ത് വരുന്നു തോന്നുന്നില്ല. അമ്മജി, കുഞ്ഞുവാവ വേണം. അതെ, കുഞ്ഞുവാവ വേണമെന്ന് എന്നെ കൊണ്ട് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചു തരാൻ പറ്റും കുഞ്ഞുവാവ. നിന്റെ അമ്മ തന്നെയല്ലേ നിനക്ക് കുഞ്ഞുവാവ പ്രസവിച്ച് തരേണ്ടത്. അവള് പറ്റില്ലെന്ന് പറഞ്ഞ് പോണം. ഞാൻ എന്താ ചെയ്യാ? കുഞ്ഞുവാവ. ശരി ശരി, നീ കരയാതെ. ഇങ്ങനെ നിന്റെ അച്ഛൻ്റെ അടുത്തും അമ്മന്റെ അടുത്തും എനിക്ക് കുഞ്ഞുവാവ വേണമെന്ന് പറഞ്ഞോണ്ട് ഇരിക്കി. അപ്പൊ തന്നെ അവർക്കും ഇങ്ങനെ കുട്ടിയും കൂടി വേണമെന്നുള്ള തോന്നൽ വരട്ടെ. ഇനി നിന്റെ അച്ഛൻ വരില്ലേ? നിന്റെ അച്ഛൻ വന്നെങ്കിൽ നിന്റെ അച്ഛനെ കൊണ്ട് പറയേ എനിക്ക് കുഞ്ഞുവാവ വേണം, അമ്പുച്ചക്കനൊക്കെ കുഞ്ഞുവാവ വരാൻ പോകുകയാണ്, അതുപോലെ എനിക്ക് കുഞ്ഞുവാവ വേണം എന്നൊക്കെ പറയേ. അമ്മച്ചി, അച്ഛൻ വന്നാ ഉണ്ണി പറയും കുഞ്ഞുവാവ വേണമെന്ന്. പറയ്, നീ പറഞ്ഞാലേ വലുത് നടക്കുള്ളൂ. അയ്യോ അമ്മച്ചി വെറുതെ പറഞ്ഞതാ. നീ അതും പിടിച്ചിരിക്കാതെ. കുഞ്ഞുവാവയൊന്നും വരില്ല. നീ മിണ്ടാതെ കിടന്നുറങ്ങ്. അതെ, കുഞ്ഞുവാവ എന്ത് കടയിലാണോ വിൽക്കണേ? നീ പറഞ്ഞത് ഓടിച്ചെന്ന് വാങ്ങിച്ചു തരാൻ. നീ ഇങ്ങനെ വെറുതെ കുഞ്ഞുവാവ കുഞ്ഞുവാവെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലേ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് തന്നെ കിട്ടുള്ളൂ. മര്യാദക്ക് കിടന്നു ഉറങ്ങ്. റിയ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഹോയ് അമ്മൂസേ, എന്തിനാടാ കരഞ്ഞോണ്ടിരിക്കുന്നത്?
അമ്മ ചീത്ത പറഞ്ഞോ? എടി, എന്തിനാടി എന്റെ മകളിനെ ചീത്ത പറഞ്ഞത്? അതെ, അവള് പറഞ്ഞത് കേട്ട ഞാനല്ല, നിങ്ങളും കൂടി ചേർന്ന് അവളെ ചീത്ത പറയും. അമ്മൂസേ, അങ്ങനെ അമ്മ ചീത്ത പറയാൻ മാത്രം എന്താണ് ചോദിച്ചത്? അതെ, ഉണ്ണൂട്ടിക്ക് കുഞ്ഞുവാവ വേണം ചോദിച്ചു. ഓ, ഈ കുഞ്ഞുവാവനെ അവള് ഇനിയും വിട്ടിട്ടില്ലേ? നിങ്ങളുടെ മകള് പറയണത് കേട്ടോ? കുഞ്ഞുവാവ വേണമെന്ന്. കുറെ ദിവസമായി കുഞ്ഞുവാവെന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ശരി, വിട്. അമ്മൂസേ, എന്താണ് ഇപ്പൊ കുഞ്ഞുവാവയല്ലേ വേണ്ടത്? അച്ഛനുണ്ണിക്ക് കുഞ്ഞുവാവ മേടിച്ചു തരാം. അതെ, കുഞ്ഞുവാവ അവിടെ കടയിലല്ലേ വിൽക്കണേ, മേടിച്ചു കൊണ്ടുവന്ന് തരാൻ. എടി, ഒന്ന് മിണ്ടാതിരിക്ക, അവൾക്ക് അതൊക്കെ അറിയോ? അമ്മൂസേ, അച്ഛൻ ഉണ്ണിക്ക് കുഞ്ഞുമാമ മേടിച്ചു തരാം. ഇപ്പൊ കിടന്ന് ചാച്ചു ഉറങ്ങോ? കുഞ്ഞുമാവയല്ലേ, നാളെ മേടിച്ചു തരാം. ഇപ്പൊ ചാച്ചു ഉറങ്ങോ? ഓ, ഉറപ്പായിട്ടും മേടിച്ചു തരാം. ഒന്നല്ല, 2 കുഞ്ഞുമാവ മേടിച്ചു തരാം. പോരെ? രണ്ടോ? അതേടാ, 2 കുഞ്ഞുമാവ മേടിച്ചു തരാം. ഇപ്പൊ ചാച്ചു ഉറങ്ങോ? ഓ ശരിയടാ, 2 കുഞ്ഞുമാവ മേടിച്ചു തരാം. ഇപ്പൊ ചാച്ചു ഉറങ്ങ്. എടി ഐഷു, കണ്ടോ എന്റെ കുട്ടിനെ ഞാൻ എങ്ങനെ ഉറക്കിന്ന്? വലിയ കാര്യം തന്നെ. ഇത്ര നേരം കുഞ്ഞുമാവ വേണമെന്നും പറഞ്ഞ് എന്നെ പ്രാന്താക്കിട്ടിരിക്കുവായിരുന്നു. പക്ഷെ നിങ്ങൾ കുഞ്ഞുമാവ മേടിച്ചിരുന്നൊക്കെ പറഞ്ഞപ്പോ ആ ശരിയെന്നും പറഞ്ഞ് മിണ്ടാതെ ഉറങ്ങിയല്ലോ. അതന്നെ, ഒരച്ഛനെ കൊണ്ട് കഴിയണത് എപ്പോഴും ഒരു അമ്മയെ കൊണ്ട് കഴിയില്ല. ഓ പിന്നെ, എന്തോ ഒരു ദിവസം ഉറക്കിയിട്ട് വലിയ ബിൽഡപ്പ് ഒന്നും അടിക്കണ്ട. എടി, എന്ത് ബിൽഡപ്പ് അടിക്കണ്ടെന്ന്? ഞാനല്ലേ ഇപ്പൊ അവളെ ഉറക്കിയത്. നീ ഇത്ര നേരം ശ്രമിച്ചു, നിന്നെ കൊണ്ട് കഴിഞ്ഞാ? ഇല്ലല്ലോ. ഓ പിന്നെ, ശരി, ഇപ്പൊ അവളെ ഉറക്കിയതൊക്കെ കൊള്ളാം. പക്ഷെ അവള് രാവിലെ എണീറ്റിട്ടേ അച്ഛാ 2 കുഞ്ഞുമാവ മേടിച്ചിരാന്നും പറഞ്ഞില്ലേ? എവിടെയാ 2 കുഞ്ഞുമാവ? വാ നമുക്ക് വാങ്ങിക്കാൻ പോകാന്നും പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ചോദിക്കുവോ? രാവിലെ എണീക്കുമ്പോഴേക്കും അവൾ ഇതൊക്കെ മറക്കില്ലേ? അയ്യടാ, അതൊക്കെ നിങ്ങളുടെ മകളെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ. ഇപ്പൊ അവള് കുറച്ച് വലുതായില്ലേ? ഇപ്പൊ അവൾക്ക് വിവരൊക്കെ വെച്ചു തുടങ്ങി. ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞ അവളെ പറ്റിക്കാൻ പറ്റില്ല. രാവിലെ എണീറ്റിട്ടേ നല്ല ഓർമ്മയോടെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറയും, ഇനിയൊരു 10 മാസം കൂടെ വെയിറ്റ് ചെയ്യേ, നിനക്ക് 2 കുഞ്ഞുമാവ അച്ഛൻ തരാ പറയും. 10 മാസമോ? 10 മാസം വെയിറ്റ് ചെയ്ത് എങ്ങനെ കുഞ്ഞുമാവ തരും? എനിക്ക് മനസ്സിലായില്ല. എടി പ്രാന്തി, 10 മാസം എന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലായില്ലേ? എന്താ, 10 മാസത്തിൽ റിയ കുട്ടിക്ക് കുഞ്ഞുമാവ കൊടുക്കാൻ ഓക്കെ അല്ലേ? നീ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പ റെഡിയാക്കാം. ഓക്കെ അല്ലാന്ന് പറഞ്ഞാൽ? അല്ലാന്ന് പറഞ്ഞാലും റെഡിയാക്കും. എന്ത്? തങ്കത്തിങ്കൾ നെറ്റിൽ പൊട്ടും ഇട്ട് വെണ്ണിലാവിൻ കണ്ണം തൊട്ട് നെഞ്ചിലാടും ശ്വാസച്ചൂട്ടിൽ കാതൽ കുற்றாലം തേൻകിനിയും തെന്നലായി നിന്നരുകെ വന്നു ഞാൻ കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ മുത്തത്താല് പെണ്ണേ சேலை நெய்வேன் கண்ணே நாணத்தால் ஓராடை சூடிக்கொள்வேன் நானே ஆலோலம் கிளிமுத்தேவா ஆதிரராவில் உரம்பிலியாய்